ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 77. നമ്മളിന്ന് 14-ാമത്തെ അധ്യായമായിട്ട് 21 മുതൽ 31 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അതിൽ പല വിഷയങ്ങളാണ്, അതുകൊണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ദേവതകൾ പലതാണ്. അപ്പോൾ 21 പറയുന്ന ഭൂമി പരിശുദ്ധവും സൂര്യനെ പോലെ ഉറച്ചതുമാണ്. ഭൂമി ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതിനൊരു സഞ്ചരിക്കാനുള്ള ഒരു സ്ഥാനമുണ്ട്, ഒരു ഭ്രമണപഥമുണ്ട്, അതിലത് സ്റ്റഡിയാണ്. അതുമാതിരി സൂര്യനും സൂര്യൻ്റെതായ ഒരു ഭ്രമണപഥമുണ്ട്, അതിലത് സ്റ്റഡിയാണ്. ഭൂമി ഐശ്വര്യങ്ങളെല്ലാം നൽകി പദാർത്ഥങ്ങൾ, വേണ്ടുന്ന പദാർത്ഥങ്ങൾ, പ്രജനനങ്ങളെയെല്ലാം തന്നുകൊണ്ട് ആണ് ഇരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഭൂമി തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം, നമുക്ക് വേണ്ടതെല്ലാം ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഭൂമിയെ അന്നത്തിന് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയും ആയുസ്സിന് വേണ്ടിയും പ്രണമിക്കുന്നു. അന്നം നൽകുന്ന ഭൂമിയാണ്, അതുകൊണ്ട് പ്രണമിക്കുക. ആയുസ് നൽകുന്നതും ഭൂമി തന്നെയാണ്. ഭൂമി കുറച്ച് മെല്ലനെ ചുറ്റിയിരുന്നുവെങ്കിൽ നമ്മൾ ആയുസ് കൂടുമായിരുന്നു. കാരണം ഒരിക്കൽ സൂര്യന് ചുറ്റും ചുറ്റുന്നതാണ് ഒരു വർഷം. അപ്പോൾ മെല്ലനെ ചുറ്റിയിരുന്നെങ്കിൽ ദീർഘായുസ്. അപ്പം ചുരുക്കത്തിൽ ആയുസ് തീരുമാനിക്കുന്നതും ഭൂമിയാണ്. ഐശ്വര്യം, എന്ത് ഐശ്വര്യം ഭൂമിയിൽ നിന്നാണല്ലോ കിട്ടുക. അപ്പോൾ അതിലൊന്നും വലിയ വ്യാഖ്യാനം വേണ്ട. ഇനി 22. ദേവജനനി ഒരു യന്ത്രത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം ഒരു യന്ത്രം പോലെയാണ്. ഒരു യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പം കാറ് വർക്ക് ചെയ്യുന്നതിന് അതിൻ്റെ അകത്തൊരു സിസ്റ്റമുണ്ട്. ഇന്ന സമയം പെട്രോൾ കയറണം, ഇന്ന സമയം തീ പിടിക്കണം, ആ സമയത്ത് ആ പിസ്റ്റൺ അങ്ങോട്ടേക്ക് തള്ളും, പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ കത്തിയ വായുവിനെല്ലാം പുറത്തേക്ക് കളയണം. അതിനൊരു സൈക്ലിക്കായിട്ടാണ്. അതുപോലെ നമ്മളും സൈക്ലിക്കായിട്ടാണ്. ഒരു പ്രാവശ്യം ഭൂമി സൂര്യന് ചുറ്റുമ്പോൾ നമ്മൾ 1 വയസ്സ് കൂടും. 2 പ്രാവശ്യം ചുറ്റുമ്പോൾ 2 വയസ്സ്. നല്ലൊരു കണക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ, കാരണം നമുക്കറിയാമല്ലോ, കുട്ടികൾ മുട്ടുകുത്താനൊരു സമയമുണ്ട്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഒരു യന്ത്രം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന നമ്മളാണ് എല്ലാം തീരുന്നത്. നമ്മളൊന്നും അല്ല. കുറേ ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്നും വയസ്സ് കൂടില്ല, അല്ലെ വേഗം കയറിയിട്ട് മുട്ട് കുത്തൊന്നുമില്ല. കുറേ ഭക്ഷണം കഴിച്ചോളൂ. ഒരു യന്ത്രം പോലെയാണ്. എല്ലാം ചൈതന്യമുള്ളതാണ്. അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചൈതന്യമുള്ളതാണ്. അതിൽ അന്നമുണ്ട്, ഊർജമുണ്ട്. നമുക്ക് നമ്മളെ നിലനിൽപ്പിന് വേണ്ട ഭക്ഷണം എല്ലാം അതിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്ക് എന്തെങ്കിലും യജ്ഞങ്ങൾ ചെയ്യാൻ ഊർജം നമ്മളെ ഉണ്ട്. ഊർജം നമ്മളെ പ്രവർത്തിക്കുന്ന നല്ല ഊർജം കൊണ്ടാണ്. ആ ഊർജമെല്ലാം ഈ ഭൂമിയിലുണ്ട്. ഇതിലെല്ലാ ഐശ്വര്യവും, രയി എന്ന എല്ലാ സൗഭാഗ്യവും ഐശ്വര്യവും ധനവും എല്ലാം ഈ ഭൂമിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ വിശ്വത്തെ പരിപോഷിപ്പിക്കുന്നത് വീര്യം തികഞ്ഞ ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്നൊരു ശക്തിവിശേഷമുണ്ട്. എന്ത്? ഏത് യജ്ഞം നടക്കുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം ഇവിടെ ഉണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു സയൻസ് ഉണ്ട്. സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ടാണ് ആ കർമ്മങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ വളർച്ച പ്രാപിക്കുമ്പോൾ അവിടെയെല്ലാം പല രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ശരീരം വളരുന്നത്. വളരുമ്പോൾ അതിനെല്ലാം എങ്ങനെ പോകണമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം അതിൻ്റെ പിന്നാലെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഒരു സൂപ്പർവൈസർ എന്ന പോലെ, ഒരു വീട് പരിപാലിക്കുമ്പോൾ അതിൽ പരിപാലിക്കുന്ന ആളെന്ന പോലെ, നമ്മുടെ ശരീരത്തിലെ വളർച്ചയിലെല്ലാം പങ്കെടുക്കുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം അതിൻ്റെ അകത്തുണ്ട്. ഇനി 23. വർഷമാകുമ്പോൾ ചൂടും ശൈത്യവും ഇല്ലാതാകുന്നു. വർഷകാലത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചൂട് ശൈത്യമെല്ലാം ഇല്ലാതാകുന്നു. എപ്പോൾ? വർഷകാലമാകുമ്പോൾ.
അപ്പം അതങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു യന്ത്രം പോലെ അങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു AC 21 ടെമ്പറേച്ചർ ഇത്ര അങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി അങ്ങ് പോയിക്കോളും. 22 എന്ന് വെച്ചാൽ 22, 23 എന്ന് വെച്ചാൽ 23. ശരിക്കും പ്രവർത്തിക്കുമെന്നൊന്നും അറിയില്ല. നമ്മളൊരു വിശ്വാസത്തിൽ 21, 22 നിൽക്കുന്നതേ ഉള്ളൂ. എന്നാലും അതുപോലെ അതങ്ങ് പോയിക്കോളും. അവ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. ചൂടും തണുപ്പും എല്ലാം നിയന്ത്രണത്തിലാവും വർഷകാലത്ത്. അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 15 ദിവസം കൂടുമ്പോഴാണ് ചന്ദ്രൻ്റെ വൃദ്ധി ക്ഷയിക്കുന്നത്. അപ്പം 15 ദിവസം കൊണ്ട് ചന്ദ്രൻ്റെ ശക്തി കൂടി കൂടി വരും. 15 ദിവസം കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അതുമാതിരി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. 15 ദിവസം കൊണ്ട് ചന്ദ്രൻ വലുതാകും. വളർച്ച പ്രാപിച്ച് പ്രായപൂർത്തിയെത്തും. അതിന് ശേഷം ക്ഷയിച്ച് ഇല്ലാതാകും. അതുപോലെ ഈ ജീവജാലങ്ങളും വളർന്ന് മാക്സിമത്തിലെത്തും, പിന്നെ മരിക്കും. അപ്പോൾ അതേപോലെ ഒരു സൈക്ലിക്കായിട്ടാണ് ആ ചന്ദ്രൻ്റെ വൃദ്ധിയും ക്ഷയം പോലെ തന്നെയാണ് ജീവജാലങ്ങളെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ചന്ദ്രൻ്റെ ഒരു ആയുസ് പോലെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 15 ദിവസം കൊണ്ട് ചന്ദ്രൻ വലുതായി പൂർണ്ണ വളർത്തിയെത്തും, പിന്നെ ക്ഷയിക്കാൻ തുടങ്ങും. എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് സൈക്കിൾ, ജനനവും മരണവും. ഈ വർഷമാകട്ടെ 17 മടങ്ങുള്ളതാണ്. ഈ വർഷം എന്ന് പറയുന്നത് 17 മടങ്ങുള്ളതാണ് ജീവജാലങ്ങളുടെ. അപ്പം ഈ മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ്സല്ല പല ജീവജാലങ്ങളുടെയും ആയുസ്. അപ്പോൾ എല്ലാവരുടെയും വർഷം ഒരുപോലെയല്ല. നമുക്കൊരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആയുസ്സിൻ്റെ 1%, ഇപ്പം 100 വർഷമാണ് ആയുസ്സെങ്കിൽ അതിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് 1%. ഒരു വർഷം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ 1% ഒരു വർഷം. എന്നാൽ ഒരു ചിത്രശലഭത്തിൻ്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കല്ലിൻ്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കമ്പാരിസൺ ഉണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. നമ്മുടെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാം ആയുസ് ഒരു പ്രത്യേക റേഷ്യോയിലാണ് വരുന്നത്. അത് നമുക്ക് പിന്നീട് കാണാം. ഇവിടെ നമ്മൾ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമി സൂര്യനെ ചുറ്റുന്ന അടിസ്ഥാനമാക്കിയാണ് ഒരു വർഷമായിട്ട് എടുത്തിരിക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്ന ഈ ഭൂമി എന്തിനാണ് പിടിച്ചിരിക്കുന്നത്? അതുമാതിരി ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനാണ് ഒരു മാസമായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഏകദേശം യോജിച്ചതായതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ വേറെ ഗ്രഹങ്ങളുണ്ടല്ലോ. ബുധൻ സൂര്യനെ ചുറ്റുന്നുണ്ട്, ശുക്രൻ സൂര്യനെ ചുറ്റുന്നുണ്ട്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വർഷം കണക്ക് കൂട്ടിക്കൂടെ? അപ്പോൾ ബുധൻ സൂര്യനെ ചുറ്റുന്ന ഒരു വർഷമായിട്ട് ചില ജീവികൾ ഉണ്ടാവും. ബുധൻ വളരെ വേഗത്തിൽ സൂര്യനെ ചുറ്റും. അപ്പോൾ ആ ചുറ്റുന്നതിന് ഒരു വർഷമുണ്ട്. ശുക്രൻ ചുറ്റുന്നതിനൊരു സമയമുണ്ട്. കുജ, ഗുരു, ശനി ഇതെല്ലാം ചുറ്റുന്നതിനൊരു സമയമുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ഓരോ ജീവികൾക്കും അതിൻ്റെ ആയുസ്സിനനുസരിച്ച് 1 വർഷം 2 വർഷം എന്ന് കണക്കെടുക്കാം. നമുക്ക് ഭൂമി സൂര്യനെ ചുറ്റുന്നതായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പല വസ്തുക്കളുടെ ആയുസ്സുകൾ ഇങ്ങനെ പലതരത്തിലാണ്. സൗകര്യത്തിനാണ് എടുക്കാം.
അല്ലാതെ നമ്മൾ ഒരു വർഷം വെച്ചുകൊണ്ട് ഒരു ചിത്രശലഭത്തിൻ്റെ ആയുസ് എങ്ങനെയാണ് കൂട്ടുന്നത്? അപ്പം അതിന് അത് പറ്റൂല. അതിന് വേറെ എന്തെങ്കിലും അടിസ്ഥാനത്തിലേ അതിൻ്റെ ആയുസ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ പ്രപഞ്ചത്തിലെയും വസ്തുക്കളെയെല്ലാം ഒരൊറ്റ സ്കെയിലിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാത്സാണ്. ആയുസ് എങ്ങനെയാണ്? ഇപ്പം നമ്മളെ ആയുസ്സും തെങ്ങിൻ്റെ ആയുസ്സും എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ആയുസ്സും എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ഇത്ര മടങ്ങ് എന്ന് പറഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അതാണ് പരസ്പരം കമ്പയർ ചെയ്യുക. ഉദാഹരണമായിട്ട് കാക്കേൻ്റെ ആയുസ് ഒരു വർഷമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരു വർഷം, കാക്കേൻ്റെ ആയുസ് ഒരു വർഷം. അപ്പം നമ്മളെ ആയുസ് എന്താണ്? കാക്കയുടെ ആയുസിനെക്കാട്ടിയും 100 മടങ്ങ് വലുതാണ്. ഇങ്ങനെയല്ലേ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ഇവിടെ പറയുകയാണ്. ഏതോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, പ്രപഞ്ചത്തിൻ്റെ എല്ലാം കൂടി എടുത്തിട്ട് ഒരു ടൈമുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളുടേത് 17 മടങ്ങാണ്. ഈ വർഷം അല്ല, ചന്ദ്രൻ 15 ദിവസം കൊണ്ട് അതിൻ്റെ വൃദ്ധി ക്ഷയിക്കും. അത് ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് 17 മടങ്ങാണ്. എല്ലാ പദാർത്ഥങ്ങളെയും താങ്ങുന്ന ഒരു വർഷം 21 മടങ്ങാണ്. എല്ലാ പദാർത്ഥങ്ങളെയും താങ്ങി നിർത്തുന്ന, ആ പദാർത്ഥങ്ങളെ അതിൻ്റെ നിലയിൽ മാറ്റമൊന്നും വരുത്താതെ വരുന്ന ഇത് 21 മടങ്ങാണ്. ശീഘ്രം സഞ്ചരിക്കുമോ, ഏതെങ്കിലും ഒന്ന് ശീഘ്രമായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 18 മടങ്ങാണ്. സൂര്യനെ പോലെ താപം വർഷിക്കുന്ന ഒരു വർഷം 19 മടങ്ങാണ്. സൂര്യൻ താപം വമിപ്പിച്ചു കൊണ്ടുപോകുന്ന സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെത് 19 മടങ്ങാണ്. മനുഷ്യന് നേരിടേണ്ടി വരുന്ന ഒരു വർഷം, മനുഷ്യൻ്റെ ഒരു വർഷം എന്നത് 20 മടങ്ങാണ്. ഇതിൻ്റെ നേരത്തെ ഏതോ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 20 മടങ്ങാണ്. അതീവ ശക്തി തികഞ്ഞ ഒരു വർഷം 22 മടങ്ങാണ്. അതീവ ശക്തി എന്ന് പറഞ്ഞാൽ വർഷത്തിന് തന്നെ ശക്തി കൂടിയതും കുറഞ്ഞതുമുണ്ട്. ഉദാഹരണമായിട്ട് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നെല്ലാം പറയുന്നതിന് പല ബലങ്ങളാണ്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആയുസ്സിന് വ്യത്യാസമുണ്ട്, ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠമായ വർഷത്തിൻ്റെത് 22 മടങ്ങാണ്. പോഷണം നൽകുന്ന ഒരു വർഷം 23 മടങ്ങാണ്. എല്ലാവരും 20 അടുപ്പിച്ചാണ് വരുന്നത്. ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ട്. സകല ജീവജാലങ്ങളുടെയും ഒരു വർഷം എന്നത് 24 മടങ്ങാണ്. മനുഷ്യരെ നിയന്ത്രിക്കുന്നതിൽ വെക്കുന്ന ഒരു വർഷം 25 മടങ്ങാണ്. മനുഷ്യരെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന മനുഷ്യൻ്റെ ആയുസ്, ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസ്സുമായിട്ട് മനുഷ്യവംശം ഈ സമൂഹത്തിൽ എത്ര കാലം നിലനിൽക്കുമോ അത് 25 മടങ്ങാണ്. വീര്യം തികഞ്ഞ വർഷം 27 മടങ്ങാണ്. എല്ലാ കർമ്മങ്ങളുടെയും ആധാരമായ വർഷം 33 വർഷമാണ്. ഈശ്വരനാൽ നിറക്കുന്ന ഒരു വർഷം 34 മടങ്ങാണ്. എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്ന ഒരു വർഷം 36 മടങ്ങാണ്. എപ്പോഴും സാറ്റിസ്ഫൈ ആയിരിക്കുന്ന വർഷം. വിവിധ നിലകളിൽ മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വർഷം 48 മടങ്ങാണ്. വിവിധ നിലകളിൽ മനുഷ്യർ സഞ്ചരിക്കുന്ന വർഷം. വിവിധ നിലകളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യർ ഓരോ കാലഘട്ടത്തിലും വിവിധ തരത്തിലാണ് സഞ്ചരിക്കുന്നത്. ഹൃദയയുഗത്തിൽ സഞ്ചരിച്ച പോലെയല്ല ദ്വാപരം, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇതിലെല്ലാം ഓരോ യുഗങ്ങളിലും ഓരോ മന്വന്തരങ്ങളിലും
മനുഷ്യൻ്റെ ആയുസ്സിന് നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു കമ്പാരിസനാണ് ഇവിടെ പറയുന്നത്. അത് കുറച്ച് വലിയ വിഷയമാണ്. അപ്പോൾ ആ തരത്തിൽ പ്രപഞ്ചഘടന മുഴുവൻ മനസ്സിലാക്കി, പ്രപഞ്ചത്തിൻ്റെ ആയുസ് മനസ്സിലാക്കി, അതുമായിട്ടെല്ലാം കമ്പയർ ചെയ്ത് പ്രപഞ്ചത്തിനൊരു ആയുസ് തീരുമാനിച്ചിട്ട് അത് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അത്രയും ദിവസം ബ്രഹ്മാവ് കടന്നുറങ്ങും. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു റേഷ്യോ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ആ വിഷയം എത്തുമ്പോൾ കാണാൻ പറ്റും. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊന്ന് മനസ്സിലാകുന്നത്, നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ഒരു റേഷ്യോയിലാണ് പോകുന്നത്. അതായത് നമ്മൾ ശ്വസിക്കുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു റേഷ്യോയിലാണ് ശ്വസിക്കുന്നത്. നമ്മുടെ പൾസ് വേറൊരു റേഷ്യോയിലാണ്. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ആയുസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം ഉള്ളത്. നമ്മുടെ ആയുസ് ഒരു റേഷ്യോയിലാണ്. നമ്മുടെ വളർച്ച പ്രപഞ്ചത്തിൻ്റെ ആയുസ്സുമായി ഒരു റേഷ്യോയിലാണ്. അതെല്ലാം നാഡികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം നമ്മളെ ശ്വാസഗതി, നമ്മളെ കണ്ണ് ചിമ്പുന്നത് എല്ലാം ഗ്രഹങ്ങളുടെ ചലനമായിട്ട് ഒരു റേഷ്യോയിലാണ് വരുന്നത്. അതെല്ലാം പിന്നെ നമുക്ക് കാണാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പല ഘട്ടങ്ങളിലുള്ള മനുഷ്യരുടെ ജീവജാലങ്ങളുടെ ആയുസ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര മടങ്ങാണ്. അതിൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം എല്ലാവരും ഒരു 20, 30, 17, 27 അടക്കമാണ് വരുന്നത് ആ വേരിയേഷൻസ്. അപ്പം ചെറിയ വേരിയേഷൻസ് കാലഘട്ടങ്ങൾ അനുസരിച്ച് ചില കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ആയുസ് വളരെ കൂടുതലാണ്, ചില കാലഘട്ടങ്ങളിൽ കുറവാണ്. അതേപോലെ ജീവജാലങ്ങളുടെ എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അത് ഒരു ചുരുക്കി ഇവിടെ ഒരു മന്ത്രത്തിലൂടെ പറഞ്ഞു വെച്ചതാണ്. അതിലേക്കെല്ലാം പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നിടത്ത് നമുക്കത് കാണാം. ഇനി 24, അഗ്നി പ്രകാശമുള്ളതാണ്. അത് നമുക്കറിയാം. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ്. ഊർജത്തിന് ചൂടെന്ന രൂപമുണ്ട്, പ്രകാശം എന്ന രൂപവും ഉണ്ട്. ആ അഗ്നിയുടെ അനുഗ്രഹത്താലാണ് നമ്മൾ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകത്തെ കീഴ്പ്പെടുത്തുന്നത് തന്നെ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനായി ഞാൻ സ്തോമങ്ങൾ ആലപിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ ആലപിക്കുന്നു. സയൻസിനെ ആലപിക്കുക എന്നാണ് സയൻസ്, വേദമന്ത്രങ്ങളെ, ശാസ്ത്രതത്വങ്ങളെ ആശ്രയിക്കുന്നു. അതിലൂടെ ഊർജം ഉപയോഗിച്ച് നമ്മൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇന്ദ്രനാണ് പ്രകാശവാനായ ഭഗവാൻ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. പ്രകാശം പോലെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. പദാർത്ഥങ്ങളെ വിഷ്ണു വീര്യത്താൽ വർദ്ധിപ്പിക്കുന്നു. വിഷ്ണു എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു ശക്തിയുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്ന, ചെടികൾ വളർന്ന് എല്ലാം, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സംരക്ഷണം എന്നൊരു ശക്തി വിശേഷമുണ്ട്. അതാണ് വിഷ്ണു. സൃഷ്ടിക്കുന്ന ഒരു ശക്തിയുണ്ട്, സംരക്ഷിക്കുന്ന ഒരു ശക്തി വേണം, നശിപ്പിക്കുന്ന ഒരു ശക്തി വേണം. നമ്മൾ വീട് വെക്കുമ്പോൾ സൃഷ്ടിക്കാൻ കുറച്ച് പേര് വേണം. അതിനാണ് മേസ്ത്രിമാർ എന്നെല്ലാം പറയുന്നത്. സംരക്ഷിക്കാൻ ഒരു കൂട്ടർ വേണം, മെയിൻ്റനൻസ്. അത് വീട്ടുകാർ ചെയ്തോളും, കാലാകാലം പെയിൻ്റെല്ലാം അടിച്ചിട്ട്. പിന്നെ ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കാൻ അതിന് വേറൊരു കൂട്ടറെ വിളിക്കും. അവർ വന്ന് പൊളിച്ചെടുത്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ 3 പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതുമാതിരി ചെടികളെ എല്ലാം പരിപാലിക്കാൻ, സമയാസമയങ്ങളിലും മുളപ്പിക്കാനും അതിനെ പരിപാലിക്കാനുള്ള ശക്തി ചേട്ടത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതിനൊന്നും കണ്ണുമൂക്കൊന്നുള്ളതല്ല, അതിനെല്ലാം കഥയിൽ കണ്ണുമൂക്കും വെച്ച് അവതരിപ്പിച്ചതാണ്. ഒരു ശക്തി വിശേഷം പരിപാലിക്കുന്നുണ്ട്. പരിപാലിക്കാൻ ശക്തിയില്ലാതെ ഒന്നും നടക്കില്ല, മാനേജ്മെൻ്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല.
വെറുതെ സയൻസ് വെച്ചിട്ട് കാര്യം നടക്കും. നമ്മൾ പറഞ്ഞ എല്ലാം സയൻസ് ഉണ്ടായാലും കാര്യം പൂർണ്ണമാകില്ല. സയൻസിനെ പ്രായോഗികത്തിൽ വരുത്താൻ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് വേണം. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഞാനതിനെ ആ വിഷ്ണുവിനെ 15 സ്തോത്രങ്ങളാൽ സ്തുതിക്കുന്നു. അത് വേദമന്ത്രങ്ങൾ 15 തരത്തിൽ 17 മന്ത്രങ്ങളാൽ ഞാൻ ആധിപത്യം സ്ഥാപിക്കുന്നു. അതായത് പല തരത്തിൽ നമ്മൾ ഈ യജ്ഞങ്ങളിലൂടെയാണ് ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതിന് പലതരം ശാസ്ത്രതത്വങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ഇന്ദ്രനോട് പറയുകയാണ്, നീ മിത്രനും പ്രകാശവാനുമായ ഭഗവാനാണ്. ഇന്ദ്രനാണ് നമ്മുടെ മിത്രം, പ്രകാശവാനാണ്, അതിന് ഊർജം ശക്തിയുണ്ട്. നമ്മൾ ഏത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി. ഞാൻ നിന്നിലൂടെ വരുണനെ പ്രാപിക്കുന്നു. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ്. ഓർബിറ്റ് രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അതിലൊരു രാസപ്രവർത്തനം, ചെറുതോ വലുതോ ആയ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആറ്റങ്ങളെല്ലായിട്ട്, തന്മാത്രകളെല്ലായിട്ട് ബന്ധപ്പെട്ട, അതാണ് ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ് വരുണൻ എന്ന് പറഞ്ഞത്. ഞാൻ 19 സ്തോമങ്ങളാൽ അതിനെ പ്രമാണിക്കുകയാണ്. ഏത് വരുണ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ, കെമിസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെട്ട 19 നിയമങ്ങളുണ്ട് എന്ന് ഇവിടെ പറയുകയാണ്. കെമിസ്ട്രിയിൽ പല വസ്തുക്കൾ കൂടി ചേർന്ന് പലതായി തീരുന്നതിന് പലതരം നിയമങ്ങളുണ്ട്. അങ്ങനെ 19 തരം നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. അതെല്ലാം കെമിസ്ട്രീൻ്റെ അകത്തേക്ക് ഗാഠമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഈ 19 എല്ലാം പറ്റി പറയുമ്പോൾ. ഇവിടെ പറഞ്ഞിട്ടില്ല ഇവരെ ക്ലാസിഫൈ എങ്ങനെയാണെന്ന്. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇങ്ങനെ പല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാസവസ്തു, സൈക്ലിക്, ഓർഗാനിക് മെറ്റീരിയൽ, ഇൻഓർഗാനിക് മെറ്റീരിയൽ എന്നെല്ലാം തരംതിരിച്ചിട്ട് അതെല്ലാം ഓരോ രാസപ്രവർത്തനത്തിൻ്റെ പ്രത്യേകത അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഓർബിറ്റുകൾ പലതുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്തതരമായ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. ഓർബിറ്റുകൾ പലതുണ്ട്. ഓർബിറ്റിലെ ഏറ്റവും പുറത്തുള്ള ഒക്ടറ്റ് റൂളുണ്ട്. അതെത്തിച്ചേരാൻ വേണ്ടിയാണ് പലതരത്തിൽ കൂടിച്ചേരുന്നത്. അങ്ങനെ പലതരം തത്വങ്ങൾ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, പൈ ബോണ്ട് എന്നെല്ലാം പറഞ്ഞ് പലതരം ബോണ്ടുകളുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോൾ 19, ചിലപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ വേറെ അധികമാവും. അവരുടെ ക്ലാസിഫിക്കേഷന് 19 തരത്തിൽ സ്തോമങ്ങളുണ്ട്, അല്ലെങ്കിൽ തത്വങ്ങളുണ്ട് എന്നെല്ലാം നമ്മൾ കാണണം. ഇനി 25 വസുക്കൾ വ്രതധാരികളാണ്. വസുക്കൾ എന്ന് പറഞ്ഞാൽ അഷ്ടവസുക്കളുണ്ട്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ 8 അഷ്ടദിക്പാലകർ. പ്രപഞ്ചത്തിലെ എല്ലാ ആക്ടിവിറ്റിയും നടക്കുന്നത് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്. അപ്പോൾ ആറ്റങ്ങൾ കൂടിച്ചേർന്നതിനുള്ള പിന്നിലുള്ള തത്വമാണ് ഒക്ടറ്റ് റൂൾ. 8 ദിക്കുകളുണ്ട്. 8 ദിക്കിലും ഓരോ ഇലക്ട്രോണുകൾ. അതില്ലെങ്കിൽ ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ഇങ്ങനെ പ്രപഞ്ചമായി മാറും. അപ്പോൾ ആ 8 ദിക്പാലകർ, അതാണ് വസുക്കൾ എന്നെല്ലാം അവിടെ കൊണ്ടുദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വസ്തുക്കൾ പ്രപഞ്ച നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ അഷ്ടദിക്പാലകർ ഒക്ടറ്റ് റൂൾ പ്രപഞ്ച നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഒക്ടറ്റ് റൂൾ അനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എട്ടാക്കാൻ വേണ്ടി ആറ്റത്തിൻ്റെ പുറത്ത് ചിലതിൽ 2, ഹൈഡ്രജന് 2 മതി. ബാക്കിയുള്ളതിനെല്ലാം ഏറ്റവും പുറത്ത് ഇലക്ട്രോൺ 8 അതിനു വേണ്ടിയാണ് അത് പാടുപെടുന്നത്. അങ്ങനെ പാടുപെടുന്നത് കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രപഞ്ച നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നു. ദശപ്രാണൻ, നമ്മളെ പ്രാണനെയെല്ലാം അതിനു മുകളിലായി ആത്മാവിനെയും അത് നിയന്ത്രിക്കുന്നു. നമ്മളെ ആത്മാവ് എന്ന് പറയുന്നതും നമ്മളെ പ്രാണനുമെല്ലാം, നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റമെല്ലാം ഈ തരം രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എവിടെ എത്തി വിഷയം? സാധാരണ കെമിസ്ട്രി പഠിച്ചാലും പോരാ,
നമ്മളെ നാഡികളിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ, എന്ത് രാസപ്രവർത്തനത്തിലൂടെയാണ് സിഗ്നല് പൾസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളെ ഇലക്ട്രോണിക്സിലാണെങ്കിൽ പൾസ് ജനറേറ്റർ ഉണ്ട്, വേവ് ഫോം ക്രിയേറ്റർ ഉണ്ട്. കപ്പാസിറ്റർ ചാർജും ഡിസ്ചാർജും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വേവ്സ് ഉണ്ടാവുക. അതുപോലെ നമ്മുടെ നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റം സഞ്ചരിക്കുന്നുണ്ട്. അത് വലിയ വലിയ തന്മാത്രകൾ, കെമിക്കൽ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടുള്ള ആക്ഷനിലൂടെയാണ് ഈ പൾസുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അവിടേക്കല്ല നമ്മൾ എത്തേണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ വിഷയത്തിൽ കയറി പഠിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ആ ലെവലിലേക്കാണ് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്, ചുരുക്കി പറയുകയാണ്. അപ്പം വേദത്തിലെല്ലാം ഉണ്ട്. അപ്പം നമ്മളെ പ്രാണങ്ങളെ, നമ്മളെ നാഡികളിലുള്ള സിഗ്നൽ സിസ്റ്റത്തെ ഈ ഒക്ടറ്റ് റൂളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്, കെമിസ്ട്രിയിലെ ഒക്ടറ്റ് റൂളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ പൾസ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേ ഡോക്ടർമാർക്ക് അത്ര വലിയ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്നാലും ആ വിഭാഗത്തിലേക്ക് പോകുന്നവർ അതെല്ലാം പഠിച്ചേ പറ്റും. ഈ ഒക്ടറ്റ് റൂളെല്ലാം പഠിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ. ശരീരത്തിലെ നാഡികളിലൂടെയുള്ള സിഗ്നൽ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ അതെല്ലാം കെമിസ്ട്രി കൂടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, എൻജിനീയറിങ്ങും എല്ലാം കൂടി വരുന്നത്. കൊണ്ടാണ് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് എന്നെല്ലാം വരുന്നത്. ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ഏതെല്ലാം വിഷയങ്ങളാണ് കയറി വരുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് ഇവിടെയുള്ള പരാമർശം. അപ്പം അതൊന്നും ഇവിടെ കയറി പറയാം ഇമ്പോസിബിളാണ്, കഴിയുന്ന കാര്യങ്ങളല്ല. അതാത് ഫീൽഡിലുള്ളവർക്ക് വേണ്ടിക്ക് ഈ വിഷയം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അത് അവർക്ക് നമുക്ക് വിടാം. അപ്പോൾ ദശപ്രാണങ്ങളും അതിന് മുകളിലായ ആത്മാവിനെയും നിയന്ത്രിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ആത്മാവ് എന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഹൃദയത്തിലാണ് അതിൻ്റെ എല്ലാം കേന്ദ്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് സിഗ്നൽ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഏതിലാണ്? വസ്തുക്കളായിട്ട്, 8 ഒക്ടറ്റ് റൂളുമായിട്ട്, കെമിസ്ട്രിയുടെ ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആദിത്യ ബ്രഹ്മചാരികൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. ആദിത്യ ബ്രഹ്മചാരികൾ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യനും ഗ്രഹങ്ങളുമെല്ലാമാണ് ഇവിടെയുള്ള ഈ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നത്. ഹൃദയത്തിലുള്ള നമ്മളെ പൾസുകളെ കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അതിൻ്റെ കൺട്രോളിങ് ഗ്രഹങ്ങളുടെ ചലനവും അനുസരിച്ച് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അവിടെയുള്ള സിഗ്നൽ സിസ്റ്റം. അപ്പോൾ എവിടെ എത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആധുനിക സയൻസിൻ്റെ പടിവാതിക്കൽ പോലും എത്തിയിട്ടില്ല. ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, സൂര്യനുമായിട്ട്. അപ്പം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ആദിത്യ ബ്രഹ്മചാരികൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ആരെ? ഈ അഷ്ടവസ്തുക്കളെ. നമ്മുടെ നാഡികളിലൂടെ നമ്മുടെ വായു 10 തരം പ്രധാനപ്പെട്ട വായുകൾ സഞ്ചരിക്കുന്ന ആ വായുകളുടെ ആ സിഗ്നൽ സിസ്റ്റത്തെ സൂര്യന്മാർ നിയന്ത്രിക്കുന്നു. വിവേകത്തിൽ നിങ്ങൾ ആധിപത്യമുള്ളവരാണ്. മനുഷ്യരുടെ വിവേകത്തിലെല്ലാം ഇവരെ ബുദ്ധി, വിവേകം, ഇതിനെല്ലാം പിന്നിൽ ആർക്ക് ആധിപത്യമുണ്ട്? സൂര്യനും ഈ അഷ്ടവസ്തു, അതിൻ്റെ പിന്നിലുള്ള ഈ വസ്തുക്കളുടെ നിയമങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. 25 രീതിയിൽ നിങ്ങൾ സ്തവങ്ങളെ അർഹിക്കുന്നുണ്ട്. അവിടെ 25 തരം ശാസ്ത്രതത്വങ്ങൾ വരുന്നുണ്ട്. പ്രകാശത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഭൂമിയുടെ ജനിതക ഘടകമെന്ന് തിരിച്ചറിഞ്ഞ് ആധിപത്യം നേടിയാൽ നമ്മുടെ ജനിതക ഘടനയുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ ജനിതക കർമ്മം തിരിച്ചറിഞ്ഞ് ആധിപത്യം നേടിയാൽ, ഭൂമിയുടെ ജനിതക കർമ്മം, ഭൂമിയിൽ ജനിതക കർമ്മങ്ങൾ, ജീവജാലങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഈ സൂര്യന്മാർ നമ്മുടെ ഹൃദയത്തിലെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന വായുവിലൂടെ, പ്രാണനിലൂടെയാണ്. പ്രാണൻ ജീവൻ നൽകുന്നു, ജീവനിലൂടേക്ക് ബുദ്ധി, വിവേകമുണ്ടാക്കുന്നു, വിവേകത്തിലൂടെ പല കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ജനിതക കർമ്മങ്ങളെല്ലാം ഭൂമിയിൽ നടക്കുന്നു. എത്ര വലിയ വലിയ വിഷയത്തിലേക്കാണ്
സാധാരണക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തെല്ലാം ആണെന്ന് തോന്നും. വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ സ്തുതി 27 വിധത്തിലാണ്. നിങ്ങൾ സന്തുഷ്ടനായ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെയാണ് നിങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അവരുടെ ഹൃദയത്തിൽ അവരെ നാഡികളിലൂടെ വായുസഞ്ചാരമെല്ലാം ഉണ്ടാക്കിയിട്ട് ബോധമുണ്ടാക്കുന്നു. അത് സൂര്യനിലൂടെ ഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെ ഒക്ടറ്റ് റൂൾ, കെമിസ്ട്രിയുടെ ഒക്ടറ്റ് റൂൾ അനുസരിച്ചാണ് അവിടെ സിഗ്നൽ സിസ്റ്റം എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളെ ഹൃദയത്തിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം ചെയ്തിരിക്കുന്ന ആ ഈശ്വരനാണ്, ആ ബ്രഹ്മം. സൃഷ്ടിക്കുമ്പോൾ ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമായിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. ഇതെല്ലാം ഒരു യാന്ത്രികമായിട്ട് നടന്നു പോവുകയാണ്. നിങ്ങൾ ബൃഹസ്പതിയുടെ വിവേകത്തെ മനസ്സിലാക്കി ആധിപത്യം നേടിയാൽ, ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ആ ജ്ഞാനമെല്ലാം നിങ്ങൾ ബൃഹസ്പതിയുടെ സഹായത്തോടു കൂടി മനസ്സിലാക്കിയാൽ, വ്യാഴമാണ് നമ്മുടെ ബുദ്ധി തെളിയിക്കുന്ന ഗ്രഹം. അപ്പൊ ഈ ജ്ഞാനമെല്ലാം നമ്മളെ ബുദ്ധി തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ഗ്രഹങ്ങളും നമ്മളെ നാഡീവ്യൂഹവും കെമിസ്ട്രിയും ഒക്ടർ റൂളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. വേദപരിരക്ഷകനായ അവനെ ഈ വേദത്തിലൂടെ മനസ്സിലാക്കിയാൽ, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വേദം എടുത്ത് പഠിച്ചാൽ മതി. വേദത്തിലെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കൂടിയും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. 26 ഈ ലോകത്തിൻ്റെ പൂർണ്ണത നിങ്ങളിൽ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഘടകം നിങ്ങളിലുണ്ട്. പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നിങ്ങളിലുമുണ്ട്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ചെറിയ രൂപമാണ്. നിങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പ്രപഞ്ചത്തിലെ സൂര്യനാണ് കണ്ണ്, ചന്ദ്രനാണ് മുഖം. ഇങ്ങനെയെല്ലാം ഇതെല്ലാം നമ്മളെ ആയിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രപഞ്ചത്തിൽ ആധിപത്യം സ്ഥാപിക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ തന്നെ അംഗമാണ്. ആ ജ്ഞാനം നിങ്ങൾ നേടിയിട്ട് ആ പ്രപഞ്ചത്തിൽ ആധിപത്യം ഈ പ്രപഞ്ചവുമായിട്ട് നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കണം. പ്രപഞ്ചത്തിൽ സ്നേഹത്തിലൂടെ ആധിപത്യം നേടുക. ഈ ഭൂമിയിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് കഴിയുക. എന്തുകൊണ്ട്? എല്ലാവരും പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപമാണ്. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. ആ പ്രപഞ്ചം തന്നെയാണ് ഓരോ ചെറിയ രൂപങ്ങളാണ് എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലുള്ളത്. അപ്പം അവരെല്ലാം പരസ്പരം സ്നേഹിച്ച് കഴിയുക. എത്ര വലിയ ആശയങ്ങളാണ് ഈ ഒരു മന്ത്രത്തിലൂടെ പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ജനങ്ങൾ സന്തോഷിക്കുകയും വിവേകികൾ ബഹുമാനിക്കപ്പെടുകയും ചെയ്യട്ടെ. ജനങ്ങൾ അതിലൂടെ സ്നേഹത്തിലൂടെ വർത്തിച്ച് സന്തോഷിക്കുക. വിവേകികളെ ബഹുമാനിക്കുക. ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ടെത്തി പറയുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അധികം അല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത്. വേദത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അല്ലാതെ വേദവും കൂടിക്കെട്ടി വേദവരികൾക്കൊന്നും ഒരർത്ഥമില്ല. എന്നിട്ട് അവനവൻ്റെ വായിക്ക് തോന്നുന്ന മാതിരി എന്തെങ്കിലും പറഞ്ഞ് നടക്കുക. വടക്കോട്ടേക്ക് കത്തിക്കണോ, തെക്കോട്ടേക്ക് കിടക്കണോ, വീട്ടിൻ്റെ അകത്ത് കിണർ കുഴിക്കണോ, കുഴിക്കണ്ടേ, അത് ആദ്യം കുഴിക്കണോ അവസാനം കുഴിക്കണോ, ഇങ്ങനെയല്ല എന്തെങ്കിലും അടിച്ചു വിടുക. വീട് കെട്ടുന്നതിനെക്കാട്ടി മുമ്പിൽ കിണർ കുഴിക്കണം, വീട് കെട്ടിയതിൻ്റെ ശേഷം കിണർ കുഴിക്കണം. ഇങ്ങനെയല്ല എവിടെ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നതെന്നൊരു അർത്ഥമില്ല.
ഞാൻ ഋതുക്കളെ 44 രീതിയിൽ പ്രണമിക്കുന്നു. ഋതുക്കൾ 44 തരത്തിൽ, അതെല്ലാം ശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനും നിയമങ്ങളുമാണ്. അക്കാരണത്താൽ ദേവസൃഷ്ടിയിൽ ആധിപത്യം നേടുക. ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ. നിങ്ങൾ ഭൂമിയിൽ ആധിപത്യം ശ്രമിക്കണം. അല്ലാതെ കിണറും മറ്റേ വളക്കും നോക്കി നടന്നിട്ട് കാര്യമല്ല വേണ്ടത്. അവയുടെ ആധിപത്യം നിങ്ങളെ കൈമലായിരിക്കണം. ഭൂമിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ബ്രഹ്മം. നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചം. നിങ്ങൾ തന്നെ ഭൂമിയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അല്ലാതെ കണ്ട വീട്ടിൻ്റെ അകത്ത് മറ്റേതുണ്ട്, ആ മൂലക്ക് കന്നിമൂലയിൽ മറ്റേത് കിടക്കുന്നു, അതുകൊണ്ട് അത് നമ്മളെ കീഴടക്കുന്നു. നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചം. നമ്മൾ തന്നെയാണ് ഈശ്വരൻ. അതിൽ നമ്മൾ ആധിപത്യം സ്ഥാപിക്കണം. സയൻസിലൂടെ, വിവേകത്തിലൂടെ, സയൻസിലൂടെ നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കണം. അത് വേദത്തിലുണ്ട് ആ സയൻസ്. ഇപ്പൊ സ്തുതി 33 വിധമാണ്. അങ്ങനെ 30 ഇതെല്ലാം കൂടുമ്പോൾ 33 തരത്തിൽ സ്തുതികൾ ഉണ്ടാകും. അതെല്ലാം എവിടെ ഉണ്ടാവും? വേദത്തിലുണ്ട്. അത്രയും ശാസ്ത്രതത്വങ്ങൾ വേദത്തിലുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കീഴടക്കാൻ പഠിക്കണം. പ്രപഞ്ചം നമ്മളെ കീഴടക്കിയല്ല വേണ്ടത്. വീട്ടിൻ്റെ മൂലക്കൊരു എന്തോ ഒന്നുണ്ട് എന്ന് വെച്ചിട്ട് അത് അയ്യോ അത് എന്നെ തട്ടാൻ പോവുകയാണ്. അത് നമ്മളെ കീഴിലാണ്. നമ്മളതിനെയെല്ലാം മുന്നിലേക്കാണ് പോകുന്നത്. പ്രപഞ്ചം നമ്മളെ കീഴടക്കിയല്ല, നമ്മൾ തന്നെ പ്രപഞ്ചമാണ്. പിന്നെ നമുക്കെതിരായിട്ട് ഏത് പ്രപഞ്ചമാണ് തിരിയുക? പിന്നെ വേണ്ടത് എന്താണ്? ആ പ്രപഞ്ച നിയമങ്ങളെ സയൻസ് പഠിച്ചിട്ട് ആ പ്രപഞ്ചത്തെ നമ്മളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. അത് സയൻസിലൂടെ, അല്ലാതെ വേറെ പൂജാമന്ത്രങ്ങളിലൂടെ ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏത് പുസ്തകത്തിലാണ് പൂജാമന്ത്രങ്ങൾ ഈ പൂജ നടത്തിയിട്ട് നിങ്ങൾ വീട്ടിൻ്റെ ആധിപത്യം നേടുക എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്? പൂജ എന്ന് പറഞ്ഞാൽ ആ വസ്തുക്കളെ നമ്മൾ സേവിക്കുക, പരിപാലിക്കുക. കാരണം ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇനി 27 അഗ്നി ഹേമന്ത ഋതുവിലാണ് സ്ഥിതി കുടികൊള്ളുന്നത്. എല്ലാ ഋതുവിലും അഗ്നിയുണ്ട്. അഗ്നി തന്നെയാണ് ഋതുക്കളെ ആ സ്വഭാവമാക്കി മാറ്റുന്നത്. താപത്തിനാൽ ദേഹത്തിൽ നിന്ന് കഫം ഇല്ലാതാകട്ടെ. നമ്മുടെ ശരീരത്തിലെ കഫം ഇല്ലാതാക്കണ്ടെങ്കിൽ താപമുണ്ടായാൽ മതി. താപത്തിലൂടെ ചൂട് പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ശ്വാസം മുട്ടുണ്ടാകുന്ന ചൂട് പിടിക്കും. അപ്പം താപം കൂടുമ്പോൾ കഫം വിഘടിച്ചു പോകും. ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകൾ, അതിന് യോജിച്ച മരുന്നുകൾ ഇട്ട് കഴിഞ്ഞാൽ കഫം വിഘടിച്ചു പോകും. ശ്വാസം മുട്ടലുള്ളവർക്ക് പണ്ട് പുറത്ത് ചൂട് കൊടുക്കും. ഗുളിക കൊടുത്താൽ അതിനെക്കാട്ടി മുമ്പിൽ ചൂട് പിടിക്കും. അതുപോലെ കഫത്തെ ഉരുക്കാൻ പറ്റും. താപം ഉരുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീയിട്ട് കത്തിക്കണം എന്നും അർത്ഥമില്ല. മെഡിസിനും എന്താണ്? അഗ്നിയാണ്. അപ്പോൾ അഗ്നി താപത്തിനാൽ ദേഹത്ത് നിന്ന് കഫത്തെ ഇല്ലാതാക്കട്ടെ. ഈ 2 മാസങ്ങൾ ഹേമന്ത ഋതുവാണ്. 2 മാസങ്ങൾ കൂടുമ്പോഴാണ് ഒരു ഋതു എന്ന് പറയുന്നത്. ഹേമന്ത ഋതു, മറ്റേ പല ഋതുക്കളുണ്ട്. ഇവിടെ ചെറിയ താപമേ ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ ഹേമന്ത ഋതുവില് നമുക്ക് ആസ്തമ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ താപം മാത്രമേ വരുന്നുള്ളൂ. അപ്പം താപം കുറയുമ്പോൾ എന്ത് പറ്റും? ശ്വാസം മുട്ടി ചിലപ്പോൾ കവലുണ്ടായി കളയാം. അതിനെന്ത് വേണം? താപത്താൽ കഫത്തെ ഇല്ലാതാകട്ടെ. താപം ഉൽപ്പാദിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചൂട് പിടിച്ചാലും വേണ്ടിയില്ല, കഫത്തെ ഇല്ലാതാക്കുക. അഗ്നി ജ്യേഷ്ഠനും ജ്യേഷ്ഠ തുല്യനുമാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ അഗ്നി കൊടുക്കുക. അഗ്നി കൊടുക്കുക അതിന് തന്നെയാണ് തണുപ്പുള്ള കാലത്ത് ചൂടാക്കുന്ന മുറി, ചൂടാക്കുന്ന ഉപകരണങ്ങളെല്ലാം വെക്കുന്ന അതിന് തന്നെയാണ്. അപ്പം അഗ്നി എന്താണ്? ജ്യേഷ്ഠന് തുല്യമാണ്. ആ അഗ്നി ആകാശത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഭൂമിയിലും ആകാശത്തിലും എല്ലാം അഗ്നി പല രൂപത്തിൽ പ്രകടമായിട്ടുണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തുന്ന രൂപത്തിൽ വേണമെന്നൊന്നുമില്ല. മരുന്നിൻ്റെ രൂപത്തിലും അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ താപത്താലാണ് ഋതുക്കളെ രൂപപ്പെടുത്തുന്നത്. ആ അഗ്നി തന്നെയാണ് ഋതുക്കളായിട്ട് മാറുന്നത്.
ഓരോ ഋതുവിലും അഗ്നി കൂടിയും കുറയുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഋതുക്കൾ ഉണ്ടാകും. അതിനെ രൂപപ്പെടുത്തുന്നത് ആ കാലഘട്ടത്തിൽ അഗ്നി ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമ്മൾ ആ സീസൺസിലെല്ലാം നമ്മൾ രക്ഷപ്പെടണം. ഋതുക്കൾക്ക് പ്രാണനുമായിട്ട് ബന്ധമുണ്ട്. ആ ഋതുക്കൾ നമ്മുടെ ശരീരത്തിലെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റവുമായിട്ട് പ്രാണനുമായിട്ടും ബന്ധമുണ്ട്. ഐശ്വര്യം തികഞ്ഞവനും ശക്തിശാലിയുമായ ഇന്ദ്രൻ എല്ലാറ്റിനെയും സർവസ്വതന്ത്ര, പ്രത്യേകിച്ച് ഈ അഗ്നിയെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഗ്നിക്ക് എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തണുപ്പ് കാലത്ത് ചൂട് പിടിച്ചാൽ മതി, അല്ലെ അഗ്നി നൽകുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പം അഗ്നിയെ എല്ലാ ശക്തിയും കഴിവും തികഞ്ഞ രൂപത്തിലാണ് ഈശ്വരൻ അഗ്നിയെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? തണുപ്പാണെങ്കിൽ അഗ്നി ഉണ്ടാക്കുന്ന മുറി ചൂടാക്കുന്ന ഉപകരണങ്ങൾ. ഈ പ്രാണനും ദേവസ്വരൂപമാണ്. ഈ പ്രാണൻ എന്ന് പറയുന്നത് ആ ശക്തി വിശേഷം തന്നെയാണ് പ്രാണൻ. ഇനി 28 ഈ കാണുന്ന ജഗത്തിനെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതുമെല്ലാം ഈശ്വരനാണ്. ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയതും അതിനെ പരിപാലിക്കുന്നതും. ഒരു സൃഷ്ടി ചെയ്യുന്ന ഒരാൾക്ക് എന്തുണ്ട്? പരിപാലിക്കാണ്ട് ഉത്തരവാദിത്വം. ഞാനൊരു മേശ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കേണ്ടത് എൻ്റെ ജോലി തന്നെയാണ്. കാരണം എനിക്കത് ആവശ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ ആ സൃഷ്ടികർത്താവ് സൃഷ്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് തന്നെയാണ്. അതുകൊണ്ട് ആ പ്രജാപതിയെ വാഴ്ത്താം. അതുകൊണ്ട് നമ്മൾ വാഴ്ത്തിയാൽ മതി. എല്ലാവരും ചോദിച്ചിട്ടൊന്നും തരാനില്ല. അത് തീരുമാനിച്ച മാതിരിയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ സ്തുതിക്കുക, നിന്റെ കഴിവ് ഭയങ്കരം തന്നെ, ഇങ്ങനെയെല്ലാം നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം ആണല്ലോ ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. വേദത്തിലൂടെയാണ് ഞാൻ മനുഷ്യകുലത്തെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. വേദത്തിലൂടെ വേണം മനുഷ്യനെ ജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ. വേദവരികൾ വായിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വേണം ജ്ഞാനത്തിലേക്ക് നയിക്കാൻ. അല്ലാതെ മനസ്സ് തോന്നുന്ന മാതിരി ചിലയിടത്തല്ല. ഇപ്പം നമുക്ക് ജനങ്ങളെ വീഴ്ത്താൻ വലിയ പാടൊന്നുമില്ല. പണം ഉണ്ടാക്കണ്ടെങ്കിലും വീട്ടിൻ്റെ അകത്ത് കോർണർ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഈ ലോല ഹൃദയർ പെട്ടെന്ന് പേടിക്കും. വീട്ടിൻ്റെ അകത്ത് ഏതെങ്കിലും സാധനം, ഇപ്പം ചുമരിൻ്റെ എല്ലാം മൂല ഇങ്ങനെ കത്തിമാരി ഷാർപ്പാണെങ്കിൽ അത് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മതി. ലോല ഹൃദയർ നോക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം ഷാർപ്പാണ്. അതാണപ്പം കുഴപ്പം. എൻ്റെ വീട്ടിൽ എപ്പോഴും അടിയും പിടിയും രക്തം ചൊരിച്ചലും എല്ലാം, കഷ്ടപ്പാട്, വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കൽ, ഇതെല്ലാം ആ ഷാർപ്പായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ഷാർപ്പ് മാറ്റണം. ഷാർപ്പ് മാറ്റാൻ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇതുണ്ട്, സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ മൂല അങ്ങനെ എല്ലാം കാണുന്നിടത്ത് ഇങ്ങനെ നിങ്ങൾ ഒട്ടിച്ചു വെക്കണം. ഇന്ന് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ജനം തോന്നും, ശരിയാ, എൻ്റെ മൂലക്ക് ഈ ഷാർപ്പുള്ളത് കൊണ്ടാണ്. പിറ്റേന്ന് മുതൽ ഒട്ടിക്കാൻ തുടങ്ങും. ഈ സാധനം നല്ലോണം ചിലവാകും. ഇങ്ങനെ വായിക്ക് തോന്നുന്ന മനുഷ്യർ എന്തെല്ലാം പറയാം. വേണ്ട വെറുതെ ഇതൊന്നും വിശ്വസിക്കാം. ഈ വെള്ളം കുടിക്കുന്നവർക്ക് വെള്ളം ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ക്യാൻസർ ഉണ്ടായ എല്ലാ ജനങ്ങളും വെള്ളം കുടിക്കുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അടി അടിച്ചാൽ മതി. ചിന്തിക്കാൻ കഴിവില്ലാത്തവര് വെള്ളം ക്യാൻസർ ഉണ്ടാക്കും കേട്ടോ. കാരണം ഞാൻ ഗവേഷണം നടത്തിയതാണ്. ഇന്നടുത്താണ് ഗവേഷണം നടത്തിയിരിക്കുന്നത്. അങ്ങ് അമേരിക്കയിൽ മറ്റേ നാസാന്നെല്ലാം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചോളൂ. വെള്ളത്തിൽ ക്യാൻസർ ഉണ്ടാക്കും. അതുകൊണ്ട് കാരണം എല്ലാവരും ക്യാൻസർ പിടിച്ചവരെല്ലാം വെള്ളം കുടിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് വേണം? വെള്ളത്തിൽ നമ്മൾ തരുന്ന ഈ ഒരു മന്ത്രിച്ച തുള്ളി ഉറ്റിച്ചിട്ട് കുടിക്കുക. അപ്പം പിന്നെ ക്യാൻസർ ഉണ്ടാകും. നല്ല ചിലവായിരിക്കും. ഈ ലോലഹൃദരായ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെല്ലാം അഭിപ്രായങ്ങളാണ് ഇത്. അതല്ല വേണ്ടത്. വേദം പറയുന്നത് എന്താണ്? മനുഷ്യകുലത്തെ വേദത്തിലൂടെയാണ് മനുഷ്യകുലത്തെ
ജ്ഞാനത്തിലേക്ക് നയിക്കേണ്ടത്. വേദവരികൾ ഉദ്ധരിക്കണം. ഉണ്ടല്ലോ ഋഗ്വേദം, യജുർവേദം, സാമവേദ, അഥർവവേദം, വേണ്ട 108 ഉപനിഷത്തുണ്ട്, വേണ്ട പുരാണ കഥകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വരികൾ ഉദ്ധരിച്ച് പറയൂ. ആ വരികൾ ഉദ്ധരിച്ചാണ് നമ്മൾ എന്തെങ്കിലും പറയേണ്ടത്. അല്ലാതെ ആരെന്ത് പറയുമ്പോഴും നമ്മൾ ഏത് മന്ത്രം, ഏത് തത്വം അനുസരിച്ച് അത് സ്മൃതിയാകരുത്, ശ്രുതി തന്നെയാകണം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 108 ഉപനിഷത്തുക്കൾ, പുരാണങ്ങളിലെ വരികൾ, ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് വേണം നമ്മളൊരു കാര്യം പറയാൻ. അങ്ങനെ പറയാൻ പറ്റാൽ എല്ലാവരും വായിലടക്കി പൂട്ടിയിട്ട് പോകും. ഇങ്ങനെ വായിക്ക് തോന്നുന്ന എന്തെങ്കിലും പറയാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ലോല ഹൃദയം ഇതും കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് വേദത്തിലൂടെയാണ് അവൻ മനുഷ്യകുലത്തെ ജ്ഞാനത്തിലേക്ക് നയിക്കേണ്ടത്. പ്രജാപതി വാക്കിൻ്റെയും ജഗത്തിൻ്റെയും മേധയുടെയും നാഥനാണ്. പ്രജാപതി എല്ലാ ഭൂതങ്ങളും ജീവജലങ്ങളും അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രജാപതി ഒരു സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിവിശേഷം. ഏകനാകുന്ന അവൻ ഏകനാണ്. ഈശ്വരൻ ഏകനാണ്. നമ്മൾ പഠിപ്പിക്കുന്നതാണ് നമുക്ക് 30 കോടി ഈശ്വരന്മാരുള്ളത്. എവിടെ വെച്ചിട്ടാണ് ഇതല്ല, എവിടെ നിന്നാണ് കിട്ടിയത്? ദേവതകളെല്ലാം ഈശ്വരനാണെന്ന് ഏത് വേദവരിയിലാണുള്ളത്? വേദവരികൾ തന്നെ പറയുന്നു ദേവകൾക്കൊന്നും ഈശ്വരനെ മനസ്സിലാക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ആകെ കുറച്ചുള്ളത് ഇന്ദ്രനാണ്. ഇന്ദ്രനെ കൊണ്ട് നമ്മൾ ആരാധിക്കുന്നുമില്ല. ദേവതകളിൽ ഇന്ദ്രന് മാത്രമേ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള അർഹതയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇന്ദ്രനെ മാത്രം ആരാധിക്കില്ല. നമുക്ക് ഇന്ദ്രൻ ദേവതയല്ല, മറ്റുള്ളവരെല്ലാണ് ദേവത. അവൻ ഏകനാകുന്നു. അവനെ പഞ്ചപ്രാണങ്ങൾ പ്രണമിക്കുന്നു. ഈ ശരീരത്തിലുള്ള പ്രാണനുകളെല്ലാം അവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവനാണ് പ്രാണനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് ഗ്രഹങ്ങളിലൂടെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈശ്വരനാണ് സപ്തർഷികളെ സൃഷ്ടിച്ചത്. ഇവിടെ എല്ലാ സൃഷ്ടികളെയും നടത്തുന്നത് ഈശ്വരനാണ്. 7 വിധത്തിൽ പ്രണമിക്കുന്നു. കാരണം വേദങ്ങൾ 7 ഋഷികൾ കുടുംബങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഋഗ്വേദത്തിലെ 2 മുതൽ 8 വരെയുള്ള മന്ത്രങ്ങൾ. 7 ഋഷികുലങ്ങൾ. സയൻസിനെ 7ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലം എഴുതിയത് ഓരോ വിഷയങ്ങളിൽ സ്പെഷ്യലിസ്റ്റാണ്. ഉദാഹരണമായിട്ട് കെമിസ്ട്രി, ഫിസിക്സ് എന്ന് തരംതിരിച്ചതുപോലെ 7ആയിട്ട് അവർ സയൻസിനെ തരംതിരിച്ചിട്ട് ഓരോ വിഷയങ്ങളും ഓരോ ഋഷികുലങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് 2 മുതൽ 8 വരെയുള്ള മണ്ഡലങ്ങളുള്ളത്. അപ്പം അവരെ എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഈശ്വരൻ തന്നെയാണ്. ഇനി 29 രീതിയിൽ പ്രണമിക്കുന്നു. എന്താണ് 9? നവഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു വിഷയമാണ്. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഈശ്വരനാണ് ഋഷികളെ സൃഷ്ടിച്ചത്. ഋഷികളെ സൃഷ്ടിച്ചതും അതാത് കാലത്ത് വേദങ്ങളെ എഴുതുവാനും വ്യസിക്കുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ള ആൾക്കാരെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. എല്ലാവരെയും സൃഷ്ടിച്ചതും ഈശ്വരനാണ്. 11 രീതിയിൽ സ്തുതി അർപ്പിക്കുന്നു. അങ്ങനെ 11 ഈശ്വരൻ തന്നെയാണ് ഋതുക്കളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. അപ്പം ഈ നവഗ്രഹങ്ങളിലൂടെ 11 തരത്തിലായിട്ട് ഈ സൃഷ്ടിക്രമം ഭൂമിയിൽ വിഭജിച്ചിട്ടുണ്ട്. ദശപ്രാണങ്ങളുണ്ട്. അതായത് നമ്മിൽ 10 പ്രാണങ്ങളുണ്ട്. ആത്മാവുണ്ട്. പിന്നെയോ അപ്പം 11 ആയല്ലോ. ആത്മാവുണ്ട്. അങ്ങനെയുള്ള ഈശ്വരനെ സേവിക്കണം. അപ്പം നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിക്ക് വേണ്ടി സേവിക്കണം.
സേവിക്കുക എന്ന് പറഞ്ഞാൽ വിളക്കും കത്തിച്ചിട്ട് ആരാധിക്കുകയല്ല. സേവിക്കുക എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ശക്തിവിശേഷമാണ്. എന്തിനാണ് സൃഷ്ടിച്ചിട്ട് പോയി പണിയെടുക്കടാന്നും പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു ലോകം ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോയി പണിയെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് നാവടക്കു പണിയെടുക്കും. മന്ത്രമൊന്നും ചൊല്ലിയിരിക്കുന്നു വേണ്ട, നീ പോയി നിന്റെ ജോലി ചെയ്യും. അതിനെ സേവിക്കുക. പിന്നെയോ വർഷം എന്നത് കാലത്തിൻ്റെ ബന്ധുവാണ്. വർഷമായി തിരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ്, കാലചക്രത്തിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം എല്ലാം കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇതെല്ലാം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ 13 രീതികളിൽ ഈശ്വരനെ സ്തുതിക്കണം. ക്ഷാത്രഗുണത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു. ക്ഷത്രിയന്മാരെ ഈശ്വരൻ സൃഷ്ടിച്ചു. ചിലവരെ നല്ല ധീരരായിട്ട് രാജ്യം ഭരിക്കാൻ കഴിവുള്ളവരായിട്ട് സൃഷ്ടിച്ചു വിട്ടു. ക്ഷാത്രഗുണമുള്ളവരെ എന്തിനു വേണ്ടിയിട്ട്? അധർമ്മികളുണ്ടെങ്കിൽ യുദ്ധം ചെയ്ത് കൊല്ലാൻ തന്നെ ക്ഷത്രിയന്മാരെ സൃഷ്ടിച്ചത്. അധർമ്മികളെ തടച്ച് ഇല്ലാതാക്കാൻ, ഈ ലോകത്തിലുള്ള അധർമ്മികളെ ഇല്ലാതാക്കാനാണ് ക്ഷത്രിയരെ സൃഷ്ടിച്ചിരിക്കുന്നത്. കഠിനമായ ജാലകളാലും പ്രകാശത്താലുമാണ് സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നത്. സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സൂര്യനാണ് സൗരയൂഥ സിസ്റ്റത്തിലെ കേന്ദ്രം. അത് നമ്മളെ നാഡികളിലൂടെ പ്രാണനിലൂടെയെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈശ്വരനെ 15 ദ്രവ്യങ്ങളെല്ലാം 15ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. പശുക്കളെയും കൃഷിയെയും ഈശ്വരനാണ്. ഈ പശുക്കളെയും കൃഷിയെയും എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അതുകൊണ്ട് ബൃഹസ്പതിക്കായിട്ട് നിങ്ങൾ സേവനം ചെയ്യുക. ആ ശക്തിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക. പശുക്കളെയും കൃഷിയും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈശ്വരനാണ്. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പശുവിനെയും പരിപാലിക്കണം, കൃഷിയും നോക്കി നടത്തണം. എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. നിങ്ങളെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. എന്തിന്? ഇതിനെല്ലാം പരിപാലിക്കാൻ വേണ്ടി. അതാണ് വൈശ്യന്മാർ എന്ന് പറയുന്നത്. ക്ഷത്രിയരെ അധർമ്മികളുണ്ടെങ്കിൽ അധർമ്മികളെ കൊന്നൊടുത്തിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ക്ഷത്രിയരെ സൃഷ്ടിച്ച. പിന്നെ കൃഷിയും മറ്റേ വ്യവസായവും പശുക്കളും എല്ലാം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അത് മനുഷ്യരെ സേവിച്ചോണം വൈശ്വര്യെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. 30 ശൂദ്രനെയും ആര്യനെയും സൃഷ്ടിച്ചത് ഈശ്വരൻ തന്നെയാണ്. ശൂദ്രനെയും ആര്യനെയും സൃഷ്ടിച്ചത് ഈശ്വരൻ തന്നെയാണ്. നേരിട്ട് സൃഷ്ടിക്കുകയാണ്. അല്ല വേറെ ഇടുന്നും കൊടുത്തിട്ട് സൃഷ്ടിച്ചൊന്നുമല്ല. രാപ്പകലുകൾ കർമ്മം ചെയ്ത് അവർ പുരോഗതിയിലേക്ക് നയിക്കട്ടെ. അവരിൽ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ്. ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ്. ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, ആര്യന്മാരെയും ശൂദ്രനെയും. അതിനാൽ 19 വിധത്തിൽ സ്തുതിക്കപ്പെടുന്നു. ഈശ്വരനാണ് ജലത്തെയും ഒറ്റക്കുളമുള്ള മൃഗത്തെയും എല്ലാം സൃഷ്ടിച്ചു. ഇവിടെ ഒന്നും ഈശ്വരന്റെ സൃഷ്ടിയല്ലാതെ ഇല്ല. ആരാണോ പോഷിപ്പിക്കുന്നത് ആ പുഷാവിനെ അറിഞ്ഞ് ആധിപത്യം നേടുക. സൂര്യൻ പലതരത്തിലുണ്ട്. അതിന് പുഷാവ് എന്നെല്ലാം പറയുമ്പം മേടത്തിലെ സൂര്യനല്ല, ഇടവത്തിലെ സൂര്യൻ, ഇടവത്തിലെ സൂര്യനല്ല. ഇത് സൂര്യൻ തന്നെ പലതരത്തിലുണ്ട്. കാരണം സൂര്യന് അല്ലെങ്കിൽ എങ്കിലല്ലാതെ മേടസൂര്യൻ എന്ന് പറയുന്നതിന് നല്ല ചൂടാണ്. എന്നാൽ എല്ലായിടത്തും അങ്ങനെയാണോ? ചിങ്ങസൂര്യന് നല്ല ശാന്തതയാണ്. ഇപ്പം രണ്ടും രണ്ടാണ്. അങ്ങനെയാണ് വേദം കൈകാര്യം ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓരോ സൂര്യന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള പുഷാവിനെ അറിഞ്ഞ് ആധിപത്യം നേടണം. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഉഷ്ണകാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, മഴക്കാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്തോളൂ. 21 ദ്രവ്യങ്ങളാൽ അവനെ ആരാധിക്കണം. അങ്ങനെ ദ്രവ്യങ്ങളെ 21 അത് കെമിസ്ട്രി പരമായിട്ടുള്ള വിഭജനമാണ്. 21 തരമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഭൂമി മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു. ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി? മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്.
ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ അതിലുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ. ഭൂമി തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതിനെ 23 ദ്രവ്യങ്ങളാലാണ് വന്ദിക്കേണ്ടത്. അങ്ങനെ 23 ദ്രവ്യങ്ങളാൽ അതിനെ വന്ദിക്കണം. വന്യമൃഗങ്ങളെ സൃഷ്ടിച്ചതും അവനാണ്. കാട്ടിലുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. വായു നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയെല്ലാം വായു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റുക. 21 ദ്രവ്യങ്ങളാൽ അവനെ ആരാധിക്കണം, വായുവിനെ. ആദിത്യനെയും വസുക്കളെയും രുദ്രന്മാരെയും എല്ലാം അവനാണ് സൃഷ്ടിച്ചത്. സൂര്യനായാലും രുദ്രന്മാരായാലും എല്ലാത്തിനെയും സൃഷ്ടിച്ച അവനാണ്. ഭൂമിയോടും സ്വർഗത്തോടും കൂടിയാണ് അവരെ സൃഷ്ടിച്ചത്. അപ്പം ഭൂമിയും സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, സ്വർഗവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം. സ്വർഗം എന്ന് പറയുന്നത് വേറെ എന്തോ ഒന്നല്ല, നമ്മളെ പരിധിക്ക് അപ്പുറമുള്ള എല്ലാ ആകാശത്തിലുള്ളതിനാണ് സ്വർഗം. ഭൂമി, സ്വർഗം, പാതാളം, ഭൂമിക്കടിയിലുള്ളത്. ഇപ്പം സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഭാവനയിലുള്ള സംഗതി ഒന്നുമല്ല. നമ്മൾ ഈ ഭൂമി കഴിച്ചിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന നമ്മളെ പരിധിയിൽ വരുന്ന, സൂര്യൻ്റെ പരിധിയിൽ വരുന്ന ആ സ്ഥലം കഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം സ്വർഗമാണ്. അതാണ് സ്വർഗം. ആ ഗ്രഹങ്ങളെല്ലാം അതാണ് ആകാശം. അതിലുള്ളതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് 27 രീതിയിൽ സ്തുതിച്ചാൽ അതെല്ലാം പല തരത്തിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇനി 31 വനസ്പതികളെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. നമുക്ക് വേണ്ട ചെടികളെല്ലാം സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് ഈശ്വരൻ. അങ്ങനെയുള്ള വനസ്പതികളോട് പറയുകയാണ്, നിങ്ങളുടെ ശിരസ് സോമമാണ്. അതിൻ്റെ ശിരസ്, തല എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള സോമമാണ്, നീരാണ്. 29 അവസ്ഥകളിൽ ഇതിനെ പ്രണമിച്ചാൽ, അതിന് 29 തരത്തിൽ, സോമത്തെ 29 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തതുകൊണ്ടാണ് 29 തരം. അതിനെ പ്രണമിച്ചാലും വനത്തെയും വൃക്ഷലതാദികളെയും മരീചികളെയും സൃഷ്ടിച്ചത് അവനല്ലാതെ അവൻ തന്നെയാണ്. വനം സൃഷ്ടിച്ചതും അതിൽ വൃക്ഷലതാദികളുണ്ടതും മരീചികളെ എല്ലാം സൃഷ്ടിച്ചത് അവനാണ്, അല്ലാതെ വേറെ ആരുമല്ല. അതെല്ലാം സൃഷ്ടിച്ച ആ ശക്തി വിശേഷമാണ്. 3 വിധ ഗുണങ്ങളോട് കൂടിയാണ് അവയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവൻ ഈ ജഗത്തിൽ എല്ലായിടവും ഉണ്ട്. അപ്പം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തി വിശേഷം, ആ ബ്രഹ്മമാണ് പ്രപഞ്ചത്തിലെ ഈ 30 കോടി വസ്തുക്കളുമായിട്ട് മാറിയിട്ട് അതുവഴി ഇവിടെ എല്ലാം വ്യാപിച്ചു കിടക്കുന്നത് അവനാണ്. പൊതുവിൽ പറഞ്ഞാൽ അവൻ ഇന്ദ്രസ്വരൂപിയാണ്. അവൻ തന്നെയാണ് ഇന്ദ്രൻ. അവനാണ് ഇന്ദ്രനായിരുന്നു കൊണ്ട് നമ്മളെക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പുതിയ പുതിയ വസ്തുക്കളായിട്ട് മാറ്റുകയും ചെയ്യുന്നത്. നമ്മൾ കൃത്രിമ റബ്ബർ ഉണ്ടാക്കിയാലും നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കിയാലും ആ ശക്തി വിശേഷമാണ് നമ്മളെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ കർമ്മം പ്രേരിപ്പിക്കുകയും ആ കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിനെ റബ്ബറോ റോക്കറ്റോ ഐസിയോ എന്തോ ആയി മാറ്റുന്നതും ആ ശക്തി വിശേഷമാണ്. ആ ആക്ട് ചെയ്യുന്ന ശക്തി വിശേഷത്തെയാണ് നമ്മൾ ഇന്ദ്രനായിട്ട് കാണേണ്ടത്. അങ്ങനെ വലിയൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ചുരുക്കി പറഞ്ഞ് പോയത്.